സ്റ്റേഡിയങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് നമ്മൾ പറഞ്ഞു പോകണം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയം, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, മലപ്പുറം പയ്യനാട് സ്റ്റേഡിയം, തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം തന്നെ, മഹാരാജാസാണ് എറണാകുളത്തുള്ളത്, കൊമ്പൻസിൻ്റെത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. നമ്മൾ പക്ഷേ അതിൽ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി തൃശ്ശൂരിനെയാണ് കേട്ടോ ഷൈജോട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ തലേന്ന് രാത്രി വരെ ഉറങ്ങാതെ നിന്ന് അധ്വാനിച്ച് സൂപ്പർ ലീഗിൻ്റെ ആളുകളും തൃശ്ശൂരുകാരിലെ ആളുകളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്കിവിടെ ഒരു മത്സരം വേണമെന്നുള്ള വാശിയിൽ ആ ഗ്രൗണ്ട് നിർമ്മിച്ചെടുക്കുകയും അതിന് ടർഫ് വിരിക്കുകയും കളി നടക്കുമ്പം അതിൻ്റെ പുറകിൽ സന്തോഷം കൊണ്ട് ഓടി നടക്കുകയാണ് സംഘാടകർ. കേരളത്തിലെ 6 മൈതാനങ്ങൾ എവിടെയാണ് ഷൈജോട്ടൻ എവിടെയാണ് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത്? അതിനകത്ത് ഒരു മൈതാനത്തെക്കുറിച്ച് സ്പെഷ്യൽ എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ആരുടെയും ഈക്വലായിട്ടാണ് കാണുക. കാരണം ഞാനൊരു പാൻ കേരള ലെവലിലാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. കാരണം SLK കേരള ഫുട്ബോളിനെയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. SLKയിൽ കളിക്കുന്ന ഒരു പ്ലെയർ കേരള ഫുട്ബോളിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്. എന്ത് കാര്യം വിവരിക്കുമ്പോഴും നമ്മളൊരു കേരള ഫുട്ബോളിൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ കേരള ഫുട്ബോളിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ദിസ്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. അവിടെ നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷനും SLKയുടെ ഗവേണിംഗ് ബോഡിക്കും ലോക്കൽ ടീം തൃശ്ശൂരിൻ്റെ ടീമായിട്ടുള്ള തൃശ്ശൂർ മാജിക്കിനും അവിടുത്തെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനും അതിൻ്റെ പുറകിൽ വേർപ്പൊഴുക്കിയ എല്ലാവർക്കും കൈയ്യടി കൊടുക്കണം. കാരണം വിത്ത് ഒരു ബിഫോർ 24 hours അപ്പോഴും അവിടെ കാര്യങ്ങൾ ഏകദേശ ദിശയിലായിരുന്നില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ആ 7:30 മണിക്ക് കളി കിക്ക് ഓഫ് ചെയ്യുമ്പോൾ എവറിത്തിങ് സെറ്റ് ആൻഡ് അതും ഒരു ഭയങ്കര തൃശ്ശൂർ പൂരത്തിൻ്റെ മോഡിൽ തന്നെ. സോ അതുകൊണ്ട് SLK ഭംഗിയായി നടത്തുന്നതിൽ തീർച്ചയായിട്ടും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പങ്ക് ചെറുതല്ല. SLKയുടെ ഗവേണിംഗ് ബോഡിയുടെ സംഘ ആരൊക്കെ ഇതിൻ്റെ പുറകിൽ അത് ചിന്താപരമായിട്ടും ശാരീരികമായിട്ടും മാനുഷികമായിട്ടും അല്ലാതെയും ഒക്കെ മാനുവലി ഓർ നോൺ മാനുവലി എന്തൊക്കെയാണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ചങ്ങലയിലെ കണ്ണികൾ ഇങ്ങനെ കോർത്ത് വെച്ച്. പിന്നെ ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, ഇതൊരു പുതിയ എൻറ്റിറ്റിയാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ പരാധീനതകളും അതിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ആ ഒരു സാധനം കൺസിഡർ ചെയ്ത് തന്നെയാണ് ഇതിന് മാർക്കിടേണ്ടത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ സ്റ്റേഡിയം ജവഹർ സ്റ്റേഡിയം പോയി കാണണം. മഹേഷ് ജവഹർ സ്റ്റേഡിയം ഫുൾ അവർ പെയിൻറ്റ് ചെയ്തു. അവിടെ വെറുതെ നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മളൊരു പാർക്കിൻ്റെ അകത്ത് നിൽക്കുന്ന ഫീലാണ്. ലൈക്ക് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഓരോ സ്റ്റേഡിയങ്ങൾ പാർക്ക് വെച്ചാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. കോർപ്പറേഷൻ സ്റ്റേഡിയം പെയിൻറ്റ് അടിക്കണമെന്നാണ് എൻ്റെ പക്ഷം കേട്ടോ, എൻ്റെ പേഴ്സണൽ പക്ഷം. അതും കൂടി അടിച്ചാൽ ഗംഭീരമായിരിക്കും. പയ്യനാട് സ്റ്റേഡിയം അവിടെ ചെന്ന് വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തുള്ളിപ്പോവും പയ്യനാട് സ്റ്റേഡിയത്തിൽ. ആ ഗാലറിയിൽ ആൾ വേണ്ട, ആളുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പോൾ കോർപ്പറേഷൻ തൃശ്ശൂർ കൊച്ചി മഹാരാജ് സ്റ്റേഡിയം കേരള ഫുട്ബോളിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ മണ്ണാണ്. നമ്മൾ ആ മണ്ണിൽ ചവിട്ടിയാൽ കേരള ഫുട്ബോളിൻ്റെ ഇങ്ങനെ തുടിപ്പിങ്ങനെ സ്പന്ദിക്കണം കാണാം. 92 കേരളം സന്തോഷ് ട്രോഫി ജയിച്ചു മഹാരാഷ്ട്രക്കെതിരായ ഫൈനൽ കാണാം. 73 കേരളം സന്തോഷ് ട്രോഫി റെയിൽവേസിനെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന ആ സാധനമൊക്കെ ഇങ്ങനെ ഡും 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 എന്ന് പറഞ്ഞ് ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം തലസ്ഥാനം പോലീസ് സ്റ്റേഡിയം ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് വെന്യൂ. കാരണം ഇങ്ങനെ ഒരു സിറ്റിയുടെ നടുക്കാണ്. ആ പാളയം പള്ളിയും അതായത് ക്രിസ്തുദേവനും പാളയം പള്ളിയും അതേപോലെ ഗണപതി കോവിലൊക്കെ നേർക്ക് നേർ നിൽക്കുകയാണ് പന്ത് കളി കണ്ട്. ഏറ്റവും ടോപ്പ് ക്ലാസ് ഇന്ത്യൻ മതേതരത്വം. ഫുട്ബോൾ ഈസ് ഫോർ ഓൾ. ഗാലറിയിൽ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. നമ്മളെല്ലാവരും പന്തുരുളുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം ആ വിഷ്വൽ നിങ്ങൾ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൻ്റെ താഴേക്ക് ഇറങ്ങി നിന്ന് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് നേരെ ആ തെക്ക് കിഴക്കേ കോണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണാം. വിച്ച് ഈസ് ദ ബെസ്റ്റ്. ഫുട്ബോൾ പറയാതെ പറയുകയാണ് ഫുട്ബോൾ ഈസ് ഫോർ ഓൾ. ഓക്കെ, നമ്മൾ വെന്യൂ ഇപ്പം ഷൈജോട്ടൻ വളരെ വിശാലമായി തന്നെ അത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മൾ പലപ്പോഴും പറയും നമുക്ക് വേണ്ടത്ര മൈതാനങ്ങളില്ല. പക്ഷെ ഉള്ള മൈതാനങ്ങളെ മിനുക്കിയെടുത്ത് നമ്മൾ തുടങ്ങിയൊരു കളിയാണ്. അല്ലെങ്കിൽ മിനുക്കിയെടുക്കണമെങ്കിൽ ആള് വരണം. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ ആൾക്കാർ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസെൻറ്റീവ് ഇത് നന്നാക്കാൻ. മറ്റേതിപ്പോൾ ISL കഴിഞ്ഞ സീസൺ 4 ടീമിനൊറ്റ 2000 കുറവായിരുന്നു ആവറേജ് അറ്റൻഡൻസ്. അപ്പോൾ അതിപ്പോൾ ക്ലബ് ഉടമകളായാലും ഈ സ്റ്റേഡിയം ഓണേഴ്സ് ആയാലും അവർക്കത് നന്നാക്കാൻ ഒരു ഇൻസെൻറ്റീവും ഇല്ല. മറ്റേതിപ്പോൾ നമ്മളെപ്പോഴും EPL എല്ലാവരും കാണുന്നതാണ്. EPL ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ബേൺലി FC എല്ലാ മാച്ചും 20-21,000 ആൾക്കാർ. ആ പട്ടണത്തിൻ്റെ ആകെപ്പാടുള്ള പോപ്പുലേഷൻ 80,000. ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ 4-ൽ ഒരാൾ ഒരു കളി കാണാൻ എത്തുന്നു. അതെന്തുകൊണ്ട്? അവർക്ക് കാണാനുള്ള ഒരു അന്തരീക്ഷം അവരുടെ ടൗണിൻ്റെ ടീമാണ്. നമ്മളും അത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ 30,000 ആൾ വരുന്നത് 50,000 ആളാവും ഉറപ്പായിട്ടും. അത് കുറച്ചും കൂടി ഒരു ഫെസിലിറ്റീസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇപ്പം കോഴിക്കോട് കളി കാണാൻ വന്നിരുന്നല്ലോ.
കോഴിക്കോട് കാണികളുടെ ഒരുത്തിനപ്പുറത്തേക്ക് പലപ്പോഴും തൊട്ടടുത്ത് ഇരുന്ന് കളി കാണാൻ പറ്റാത്തൊരു സങ്കടം നമുക്കുണ്ട് ഷൈജോട്ടാ. ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒരുപാട് കാണുകയും നേരിട്ട് പോയി ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ കളി തൊട്ടടുത്തിരുന്ന് കാണുമ്പോൾ അതിന് വല്ലാത്തൊരു ചന്തമുണ്ട്. ശരിക്കും അത്തരം സ്റ്റേഡിയങ്ങൾ കൂടി പക്ഷെ പിറവിയെടുക്കണം. ഇപ്പോഴത്തെ പുതിയ ഗ്രൗണ്ടുകൾ പലതും ഈ മൾട്ടിപർപ്പസ് ഇതാക്കിയത് കാരണം ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു അത്ലറ്റിക്സ് ട്രാക്കിന്റെ ഒരു ഗ്യാപ്പ്. അപ്പൊ അത് പുറമെ പോയാലും പലരുടെയും കംപ്ലൈന്റ് അതാണ്. ആ ഗാലറി പണ്ട് ഇപ്പൊ എമിറേറ്റ്സിലാണ് ഇപ്പൊ ആർസണൽ കളിക്കുന്നത്. പണ്ടത്തെ പല ആർസണൽ ഫാൻസും പറയുന്ന ഹൈബറിയിൽ നമ്മൾ പിച്ചിലാണ് തോന്നുന്നത്. തോന്നിപ്പോവും. ഇപ്പൊ എമിറേറ്റ്സ് ആണ് കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി. അതിപ്പോ എപ്പോഴും അതൊരു പ്രോഗ്രസിന്റെ ഒരു കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. കുറേം കൂടി ആൾക്കാരെ സ്റ്റേഡിയത്തിൽ കയറ്റണം. അപ്പൊ അതനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വേണം. കുറച്ചും കൂടി ദൂരെയാവും. ഓക്കെ, എന്തായാലും അതും ഒരു പോയിന്റാണ്.